യുദ്ധത്തിലുണ്ടായ ജീവഹാനിക്കും നാശനഷ്ടങ്ങളും ഇറാന്റെ പക്കൽ നിന്ന് അമേരിക്ക നഷ്ടപരിഹാരം ഈടാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയൊരു തമാശയായിട്ട് കൂടി ഇതിപ്പോൾ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള നിബന്ധനയായി 5 മാസം നീണ്ട സംഘർഷത്തിൽ സംഭവിച്ചതിൻ്റെ മുഴുവൻ നാശനഷ്ടങ്ങളും ഇറാൻ തങ്ങൾക്ക് നൽകണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ ആവശ്യം ഈ ഹോർമസ് തുറക്കണമെങ്കിൽ അത് അമേരിക്ക തങ്ങൾക്ക് നൽകണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഇതൊക്കെ പറയുമ്പോൾ പോലും അമേരിക്ക പറയുന്നൊരു കാര്യം, അമേരിക്കൻ നാവികസേന ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ കണ്ണികൾ, ചങ്ങലകൾ, അതോടൊപ്പം തന്നെ മറൈൻ എല്ലാം നീക്കം ചെയ്തു എന്നും എല്ലാ തരത്തിലുള്ള അപകടങ്ങളും ഒഴിവാക്കി എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനവും ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ പാതയുടെ 100% നിയന്ത്രണവും ഇപ്പോൾ അമേരിക്കയുടെ കൈവശമാണ് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ US നഷ്ടപരിഹാരം നൽകണമെന്ന് ആ നഷ്ടപരിഹാര ആവശ്യത്തെ വീണ്ടും അമേരിക്ക ശക്തമാക്കുമ്പോൾ അമേരിക്ക എന്തൊക്കെയോ ഒന്ന് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക പൂർണ്ണമായും ഈ ഹോർമുസിൽ നിന്ന് പിന്നോക്കം പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പൂർണ്ണമായി ഞങ്ങൾ ശരിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് എന്ന ഒരു വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രംപ് ഇങ്ങനെയൊരു അവകാശവാദവുമായി രംഗത്ത് വരുന്നത് എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ഇതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നാവികസേനയുടെ സാന്നിധ്യത്തെ ഗതാഗതം ഉറപ്പാക്കുന്ന സ്ഥിരം സംവിധാനമായി കാണുമ്പോൾ ഇറാൻ അതേ സാന്നിധ്യത്തെ തന്നെ ഗതാഗതം സാധാരണ നിലയിലാക്കുന്നതിനുള്ള പ്രധാന തടസ്സമാക്കിയും കാണുന്നു എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. തിങ്കളാഴ്ച ഓവൽ ഓഫീസിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് US നാവികസേന ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്തതായും നിലവിൽ കപ്പൽ പാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക കൈയാളുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ തുറന്നിരിക്കുകയാണ്. നിലവിൽ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണമുള്ള ഏക രാജ്യം അമേരിക്ക മാത്രമാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ. US നിലപാടിനെ ഒരു ഉരുക്കു മതിൽ എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ഇടയ്ക്കിടെ മൈനുകൾ നിക്ഷേപിക്കുന്നത് ഇതിൽ മാറ്റം ഉണ്ടാക്കില്ലെന്നും ഇനി അവർ അപൂർവമായി മൈനുകൾ ഇട്ടാൽ തന്നെ ഞങ്ങൾക്കത് കണ്ടെത്തുവാനുള്ള പ്രത്യേക സംവിധാനമുണ്ട്, ഞങ്ങളത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ട്രംപ് പറയുന്നു. ഏപ്രിൽ പകുതി മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ നാവിക ഉപരോധം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഒമാനുമായി നടത്തുന്ന ചർച്ചകൾ കപ്പൽ പാത പൂർണ്ണമായും തുറക്കുന്നതിലേക്ക് നയിക്കില്ല എന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ പ്രതികരിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ഇട്ട പോസ്റ്റിലാണ് യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്ന ഇറാൻ്റെ ആവശ്യം തനിക്കൊരു രസകരമായ ആശയമായിട്ടാണ് തോന്നിയത് എന്ന് ട്രംപ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അതിനുള്ള മറുപടിയായിട്ടാണ് ട്രംപ് പറയുന്നത്, ഞങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി യുദ്ധവിമാനങ്ങളും നിരവധി ടാങ്കുകളും നിരവധിയായിട്ടുള്ള സൈനിക ബേസുകളും ഇറാൻ തകർത്തിട്ടുണ്ട്, അതിനൊക്കെയുള്ള നഷ്ടപരിഹാരം ആദ്യം ഇറാൻ ഇങ്ങോട്ട് തരട്ടെ എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന് ബന്ധമുള്ള ബോംബാക്രമണങ്ങളിലും മറ്റാക്രമണങ്ങളിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ആളുകൾക്കും കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇറാന്റെ ഭരണകൂടത്താൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രതിഷേധക്കാർക്കും പകരം ഇറാൻ അമേരിക്കക്ക് പരിഹാരം നൽകണമെന്ന നഷ്ടപരിഹാരം നൽകണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള തവണകളിലൊക്കെ ഇറാനുമായിട്ട് യുദ്ധമോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെട്ട സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ജീവഹാനിക്കും അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇപ്പോൾ പരിഹാരം നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ശനിയാഴ്ച ഇറാൻ കടലിടുക്ക് തുറക്കുന്നതിനായി സ്വന്തം നിബന്ധനകൾ മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ നഷ്ടപരിഹാര ആവശ്യം പുതിയൊരു ഒരു ചർച്ച തുറന്നിരിക്കുന്നത്. യുദ്ധത്തിന് മുൻപ് ലോകത്തിലെ എണ്ണ വിതരണത്തിൻ്റെ 1/5 ഭാഗവും കടന്നുപോയിരുന്നത് ഈ സുപ്രധാന കപ്പൽ പാതയിലൂടെയാണ്. അമേരിക്ക നാവിക ഉപരോധങ്ങളും മാറ്റുകയും മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുകയും യുദ്ധനഷ്ടപരിഹാരം നൽകുകയും മരവിപ്പിച്ച് ഇറാനിയൻ സ്വത്തുകൾ വിട്ടു നൽകുകയും ചെയ്യുന്നതുവരെ കടലിടുക്ക് തുറക്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ
ശനിയാഴ്ച വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ സൈനിക ആക്രമണങ്ങൾ നടത്തുന്നതിന് പകരം വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തകർച്ച ഇറാനെ തിരിച്ചടിയാകാൻ അനുവദിക്കാൻ താൻ തയ്യാറാണ് എന്നും ട്രംപ് സൂചന നൽകുന്നുണ്ട്. നയതന്ത്രം പരാജയപ്പെടുമ്പോഴെല്ലാം അമേരിക്ക ഉപരോധങ്ങളെ ആശ്രയിക്കുകയും അവ ഫലിക്കാതെ വരുമ്പോൾ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ഇതൊരു നയത്തേക്കാൾ ഉപരിയായി ഭ്രാന്തമായ അടിമത്തമായി മാറി എന്നുമാണ് ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ അമേരിക്കക്കുള്ള മറുപടി നൽകുന്നത്. തങ്ങളുടെ നാവികസേനയുടെ സാന്നിധ്യത്തെ ഗതാഗതം ഉറപ്പാക്കുന്ന ഒരു സ്ഥിരം സംവിധാനമായി അമേരിക്ക കാണുമ്പോൾ ഇറാൻ ആ സാന്നിധ്യത്തെ സാധാരണ ഗതാഗതത്തിന് തടസ്സമായിട്ടാണ് കാണുന്നത്. അമേരിക്ക തങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് തുടരുന്നിടത്തോളം ഹോർമസ് കടലിടുക്ക് തുറക്കില്ല എന്നും ബാഗർ ശക്തമായിട്ട് തന്നെ വ്യക്തമാക്കുന്നു. കടലിടുക്കിലൂടെയുള്ള ടാങ്കർ ഗതാഗതം ഇപ്പോഴും കുറവാണ്. അതിനാൽ ഊർജ്ജ വിതരണത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വിപണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാണ് സിംഗപ്പൂരിലെ MUFG ബാങ്കിലെ സീനിയർ കറൻസി അനലിറ്റിക്സ് ലോയിഡ് ചാൻ വ്യക്തമാക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില യുദ്ധത്തിന് മുമ്പുള്ള വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ തുടരുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇടയ്ക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. സാമ്പത്തിക മേഖലയിൽ ശക്തമായ തിരിച്ചടികളും അതോടൊപ്പം തന്നെ മറ്റുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എണ്ണവില വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിപ്പിച്ച് ബാരലിന് $82.13 എന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് വിലയും സമാനമായി ഉയർന്ന് 87.72 എന്ന നിലയിലെത്തി. ഏഷ്യൻ വിപണിയിലെ വ്യാപാരത്തിൽ ചൊവ്വാഴ്ച എണ്ണവിലയിൽ നേരിയ തോതിൽ ഉള്ള വർധനവും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു വാദവും പ്രതിവാദവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്വാഭാവികമായ എണ്ണവിലയിൽ നമ്മളറിയാതെ നേരിയ വർധനവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അലിയൊലികൾ നമുക്കൊക്കെ അനുഭവപ്പെടുന്നുമുണ്ട് എന്നതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നഷ്ടപരിഹാരം ചോദിക്കുന്നു. ആ ചോദ്യവും ആ പറച്ചിലുമൊക്കെ അമേരിക്കക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് പുറത്തു പോവുക എന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന വിലയിരുത്തൽ നടത്തുന്ന അന്താരാഷ്ട്ര നിരീക്ഷകരും ഉണ്ട്.